എന്റെ പ്രിയപ്പെട്ട വീട്ടമ്മമാരെ, നിങ്ങൾ എല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മൾ ആരുടെങ്കിലും ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ അപ്പൊ നമ്മളോട് ചോദിക്കും, എന്താണ് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നതെന്ന്, അല്ലെ? അല്ലാതെ ആരെങ്കിലും നിങ്ങൾ എന്തോരം പഠിച്ചു, നിങ്ങൾക്ക് എന്തുമാത്രമായിരുന്നു, നിങ്ങൾ ആരായിരുന്നു, നിങ്ങൾക്ക് ആരെങ്കിലും ചോദിക്കോ? ഇല്ല. നിങ്ങൾ എന്താണ് ഇപ്പൊ ചെയ്യുന്നത്, അതാണ് എല്ലാവർക്കും പ്രസക്തി, അല്ലെ? നമ്മൾ നേരത്തെ എന്തായിരുന്നു എന്നൊന്നും ആരും തിരക്കുന്നില്ല. നമ്മൾ ഇപ്പൊ എന്താണ്, അത് മാത്രമാണ് പ്രസക്തി. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഒറ്റ സെക്കൻഡ് ഇതിന് ഉത്തരം പറയും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, കുഞ്ഞൊക്കെ ആയിട്ട് വിട്ടിരിക്കുന്നു നമ്മൾ പറയും. പക്ഷെ ആ സമയം നമ്മുടെ മനസ്സിൽ ഒരു റീല് പോലെ കുറെ കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കും. അതായത് നമ്മൾ പഠിച്ചത്, നമുക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ, നമുക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെന്റുകൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. ശരിക്കും എനിക്കും ഒരുപാട് വട്ടം ഈ ഒരു ഇത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ അമ്പലത്തിലോ എവിടെയെങ്കിലും നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആൾക്കാരും ചോദിക്കും, എന്ത് ചെയ്യുന്നു, ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് എനിക്കും മനസ്സിൽ കൂടെ പല രീതിയിലൊക്കെ തോന്നിയിട്ടുണ്ട്. ദൈവമേ, എന്തോരം പഠിച്ചതാണ്, അല്ലെ, എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉള്ളതാണ് എന്നൊക്കെ നമ്മൾ ഓർക്കും. ഇപ്പൊ എല്ലാവർക്കും ചിലരെ കാണും നല്ല സ്പോർട്സിനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നവര്, അവര് ഒളിമ്പിക്സിലൊക്കെ അവരെ പോകണം എന്നൊക്കെ ടീച്ചർമാര് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചാണ് നിങ്ങൾ മിടുക്കിയാവും എന്നൊക്കെ പറഞ്ഞവരുണ്ടാവും നിങ്ങളുടെ കൂട്ടത്തില്. അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റിയുള്ളൂ, അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും മരണങ്ങളോ പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ അച്ഛനമ്മയ്ക്കോ ഒക്കെ ഉള്ള ഇഷ്യൂസ് ഒക്കെ കാരണം മുൻപോട്ട് പഠിക്കാൻ പറ്റാതെ നിന്ന് പോയവരുണ്ടാവാം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം, അല്ലെ? പല രീതിയിൽ നമ്മളെ ആഗ്രഹിച്ച ലെവലിൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ ഇടയിൽ. അതിന് പല പല റീസൺസ് ഉണ്ടായിരിക്കാം. അങ്ങനെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഉള്ള ലൈഫിൽ നമ്മൾ പട്ടിണി എടുക്കണമെന്ന് വെച്ചാൽ അല്ല. നമുക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, ഫുഡ്, അല്ലെ, ഫുഡും ഡ്രസ്സും ഒക്കെ കിട്ടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്ര ഹാപ്പി ആയിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പേർക്കും ഒരു വിഷാദത്തോടുള്ളൊരു ചിരി മാത്രമായിരിക്കും അതിന് ഉത്തരമായിട്ട് വരിക, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം നമുക്ക് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ നമ്മള് അപ്പുറത്തൊക്കെ ജോലികളുള്ളവരൊക്കെ പോകുന്നത് കാണുമ്പോൾ, അല്ലെ, അവരുടെ ഇപ്പം ചെറിയൊരു ജോലി ആയിക്കോട്ടെ എന്താണെങ്കിൽ പോലും അവരതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട്, രാവിലെയൊക്കെ റെഡിയായി അന്ന് പോയി. എന്നെ പണ്ട് ഞാൻ ECM കോളേജിലാട്ടോ ഡിഗ്രി ചെയ്തത്. അപ്പൊ എന്റെ ഒരു മിസ് ഉണ്ട്, സെലിൻ എന്ന് പറഞ്ഞ മിസ് എന്നോട് പറയുന്ന വാക്ക് ഞാൻ എപ്പോഴും ഓർക്കും. മിസ് പഠിപ്പിച്ചിരുന്ന സമയത്ത് പറയും, എന്റെ പെൺപിള്ളേരെ, ഞങ്ങള് വിമൻസ് കോളേജ് ആട്ടോ, BCM കോളേജ് ഒരു വിമൻസ് കോളേജാണ്, അവിടെയാണ് പഠിച്ചത്. അപ്പൊ പറയും, എന്റെ കുഞ്ഞു പെൺപിള്ളേരെ, നിങ്ങള് വീട്ടില് അടുക്കളയിൽ തന്നെ ഇരിക്കണം എന്ന് ആയിരിക്കരുത്, പഠിച്ച് എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾ മേടിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ മിസ് പറയും, അത്രയേ നേരം രാവിലെ മിസ് ട്രെയിനിനാണ് വരുന്നത് കേട്ടോ, അപ്പം അത്രയേ നേരം മിസ് വീട്ടില് പിച്ചക്കാരിയാണെന്ന് മിസ് തന്നെ പറയണം. മീൻസ് ഭയങ്കര മേലെല്ലാം അഴുക്കായിരിക്കും, ഫുഡ് ഉണ്ടാക്കുന്നതിന്റെയും അടിച്ചു വരുന്നതിന്റെയും മൊത്തം ആകെപ്പാടെ അലങ്കോലപ്പെട്ട് നടക്കുന്ന ഒരു കോലമായിരിക്കും. അത് കഴിഞ്ഞിട്ട് മിസ് ഈ ട്രെയിനിലോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമല്ല. അന്നേരം മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാനിങ്ങ് സിൻഡ്രല്ല ആവുന്നു. ശരിക്കും പിന്നെ നമ്മൾ ഈ ഒരു ഇതൊന്നുമല്ല, നമ്മൾ വേറൊരു ലോകത്താണ്. നമ്മൾ അത്രയും നേരത്തേക്ക് നമ്മൾ പിന്നെ വീട്ടിലെ കാര്യങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ നമ്മൾ അലട്ടുന്നതേ ഇല്ല. ഞാൻ സ്കൂളിലോട്ട് വന്നു കഴിഞ്ഞാൽ വേണ്ടി ഒരുങ്ങിയൊക്കെ കഴിയുമ്പോൾ തന്നെ പിന്നെ ഞാനൊരു സിൻഡ്രല്ല ആയിട്ടങ്ങ് മാറുന്നത്. അങ്ങനെ മിസ് പറഞ്ഞു. അപ്പൊ അന്നേരം എനിക്ക് അത്ര മനസ്സിലായില്ലെങ്കിലും പിന്നീട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. കാരണം നമ്മള് വീട്ടിൽ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഈ വീട് പണിയും വീട്ടുകാര്യങ്ങൾ മാത്രമായിട്ട് നമ്മൾ ഇരുന്ന് പോകുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് ആകെപ്പാടെ മടുത്തു പോകും, അല്ലെ? പ്രത്യേകിച്ച് ഒന്നുമില്ല, എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരേ കാര്യങ്ങള്, ഒരേ സമയം, ഇന്ന സമയം പിന്നെ കാര്യത്തിന് പോവുക, കൊച്ചു വരുന്ന സമയം കൊച്ചിന് വേണ്ടിയിലാക്കുക, പോയി ഇതിങ്ങനെ ഓൾട്ടർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഉണ്ട്, ഇങ്ങനെ അങ്ങ് പോകണം എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നമുക്കൊരു വർക്ക് ഒരു ഫിനിഷ് ആയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തിയൊക്കെ ഉണ്ട്, അതോ അല്ലെങ്കിൽ നമുക്ക് സാലറി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. ഇപ്പൊ കൊച്ചുമൊക്കെ ആയിട്ട് വെളിയിലൊക്കെ പോകുമ്പോഴത്തേക്കും അവൻ പറയും, അമ്മ എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ എന്തായിരിക്കും, നമുക്ക് കയ്യിൽ നമ്മുടെ ഹസ്ബൻഡ് തന്ന കുറച്ച് ക്യാഷ് നമ്മുടെ കാണത്തുള്ളൂ. അപ്പൊ ആ ക്യാഷിന് കണക്ക്, അല്ലെ, എഴുതി വെക്കപ്പെടാത്ത കുറെ കണക്കുകൾ ഉള്ളതാണ് ഈ ക്യാഷ് ഒക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതെടുത്ത് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാളെ നമ്മൾ അതിന് ഉത്തരം പറയേണ്ടി വരും. അതിനൊക്കെ ഞാൻ ക്യാഷ് തന്നതല്ലേ, പിന്നെയും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് എവിടെ പോകും എന്നൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് നമ്മളായിട്ട് അച്ചീവ് ചെയ്യുന്ന ഒരു ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ആരോടും ഒന്നിനും കണക്ക് പറയേണ്ട കാര്യമില്ല, അല്ലെ? ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആ ക്യാഷ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത വട്ടം സാലറി കിട്ടുമ്പോഴത്തേക്കും ആ ക്യാഷ് അങ്ങോട്ട് തിരിച്ചു വെക്കാം എന്നെങ്കിലും ഒരു വിചാരം നമുക്ക് വരും. അല്ലെങ്കിലോ നമ്മുടെ വീട്ടമ്മമാരെ ഏറ്റവും ഒരു പ്രശ്നം പറഞ്ഞത്, ഈ ക്യാഷ് നമ്മുടെ എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ക്യാഷ് അവിടെ തിരിച്ചു വരത്തില്ല. വരണമെങ്കിൽ നമുക്ക് ആരെങ്കിലും അത് തരണം, അല്ലെ? എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഇഷ്ടപ്പെട്ട ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് വിഷു ആവാൻ വേണ്ടിയൊക്കെ നോക്കിയിരുന്ന സമയങ്ങളൊക്കെ ഉണ്ട് മിക്കവർക്കും, അല്ലെ?
വിഷു, അതായത് വിഷു കൈനീട്ടം കിട്ടുന്ന ഒരു കാര്യം കൊണ്ടാണ് കേട്ടോ. അപ്പൊ ആണ് ആണെങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടെ ഇച്ചിരി പൈസയൊക്കെ തരുന്നത്. ആ സമയത്ത് നമുക്ക് വിഷു കൈനീട്ടം കിട്ടുമ്പോൾ മേടിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മൈൻഡിൽ പ്ലാൻ ചെയ്ത് വെക്കേണ്ടിയൊക്കെ വരും. നമുക്കൊരു നല്ലൊരു ജോലി ഇല്ല, നമുക്കൊരു ചെറിയൊരു വരുമാനം പോലും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ സാക്രിഫൈസ് ചെയ്ത് പോകേണ്ടി വരും. മിക്കവാറും നമ്മുടെ ആഗ്രഹങ്ങളായിരിക്കും തൽക്കാലത്തേക്ക് പിന്നത്തേക്ക് മാറ്റി വെക്കപ്പെടുന്നത്, അല്ലെ? അങ്ങനെയൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടും വിഷമിച്ചും ഒക്കെ ഇരിക്കുന്ന കുറെ പേര് കാണും. പിന്നെ കുറെ പേര് ഓർക്കും ഇത്രയും പ്രായമൊക്കെ ഇനിയിപ്പോ ഞാൻ എന്നാ പഠിക്കാൻ പോവാനാ, എനിക്കിപ്പോ ഒരു നല്ല ജോലി എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത്. പിന്നെ വല്ല കടയിലൊക്കെ ആണെങ്കിൽ പോലും ഉണ്ടല്ലോ, ഇപ്പം എന്താ പറയുക, ഫ്രഷേഴ്സിനായിട്ടുള്ള ആൾക്കാർ മാത്രം മതി എല്ലാവർക്കും. ഈ ഒരു ഏജ് ഒക്കെ ആയി, അല്ലെങ്കിൽ 10-30 വയസ്സൊക്കെ ആവാറായി, എനിക്കൊക്കെ ഇനി എല്ലാം കിട്ടും എന്നൊക്കെ ഓർത്തിരിക്കുന്ന കുറെ പേരും കാണും, അല്ലെ? പക്ഷെ ആ ആൾക്കാർക്കൊക്കെ അവിടെ ഒരു അവസരമായിട്ടാണ് ഞാൻ നമ്മുടെ ഈ ഒരു കീ ലേണിംഗ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെ, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളൊരു മോണ്ടിസോറി TTC എന്നൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 19 വയസ്സ് മുതലുള്ള ഇതിനൊരു ഏജ് ലിമിറ്റ് ഇല്ല. ആ 19 വയസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ 19 വയസ്സ് തികഞ്ഞിട്ടുള്ള ഒരാൾക്ക് മുതൽ പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് അത്. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു 10 മാസത്തെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ടീച്ചറാണ് ആവുന്നത് കേട്ടോ. അത്രയും നമുക്ക് നല്ലൊരു പ്രൊഫഷൻ. നമുക്ക് തന്നെ അറിയാം, എത്ര വയസ്സായാലും എവിടെ ചെന്നാലും നമ്മൾ പഠിപ്പിച്ച ആരെങ്കിലും ഒക്കെ നമ്മളവിടെ കാണും, അല്ലെ? അത് നമുക്ക് തരുന്ന അത് നമ്മളെ ടീച്ചറെ വിളിക്കുന്നതൊക്കെ നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ എന്റെ അമ്മ ടീച്ചറാണ്. അപ്പൊ അമ്മ സ്കൂളിൽ നിന്ന് ടൂർ പോയപ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് പോയത്. അവിടെ അന്നേരം ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ഒരു ഫെയിമാണ് നമ്മുടെ സന്നിധാനന്ദൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാനും ഞാൻ ഒരുപാട് പ്രായമൊന്നുമില്ല. അപ്പൊ അമ്മയുടെ അടുത്ത് നമ്മളും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ടീച്ചറെ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ടീച്ചറെ വിളിച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരാളെ കാണുന്നത്. ആ പുള്ളി വന്നിട്ട് അമ്മയുടെ കാലിലൊക്കെ തൊട്ട് വന്നിച്ച്, ചെറിയ ക്ലാസ്സിൽ അമ്മ പഠിപ്പിച്ചതാണ്, അത്രയും നാൾ പഠിപ്പിച്ചു. ആ ഒരു ഇത്രയും കാലം ഇപ്പൊ ആ ടീച്ചർ എന്നുള്ള വിളിയും അതുപോലെ അമ്മയൊക്കെ അപ്പം അമ്മയുടെ മുഖത്ത് നിറയുന്ന സന്തോഷമൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറയുന്നത് ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിൽ ഒരുപാട് സ്പർശിച്ചിട്ടുള്ളൊരു കാര്യം അത്. അതുപോലെ തന്നെ എന്റെ അച്ഛൻ സാറാണ്. അച്ഛൻ ഓളച്ച ബ്ലൈൻഡ് സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ പിള്ളേരെ അറിയാലോ, ബ്ലൈൻഡ് ആയിട്ടുള്ള പിള്ളേരാട്ടോ. ആ പിള്ളേര് അവര് കണ്ണ് നേരെ ചുവേ ഉള്ള പിള്ളേരെ ആണെങ്കിലൊക്കെ നടന്നൊരു വഴിയിലോട്ട് എത്തിപ്പെടുന്നത് തന്നെ വലിയ പാടാ. ഇവര് കണ്ണ് കാണത്തില്ലാട്ടോ. കണ്ണ് കാണാത്ത പിള്ളേര് തപ്പി നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് ഇവര് അച്ഛൻ മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ സൈഡിൽ കൂടെ പോയാൽ പോലും അവർക്ക് അച്ഛനെ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുന്നുണ്ട്. അച്ഛനെ കൈകളൊക്കെ പിടിച്ച് ഒരു ഇതാക്കി അത്രയൊക്കെ അന്വേഷിച്ച് കഷ്ടപ്പെട്ടൊക്കെ വന്ന് കണ്ട് ഞങ്ങളുടെ സാറാകട്ടോ എന്ന് നമ്മളോട് അവരത് അത്രയും നിറഞ്ഞിത് നമ്മളോട് പറയുമ്പോ നമുക്കത് വല്ലാത്തൊരു ഫീലിങ്സ് അത്. ശരിക്കും അച്ഛനും അമ്മയും രണ്ടുപേരും ടീച്ചേഴ്സ് ആയതിന്റെ നല്ലൊരു ബ്ലെസ്സിങ് എനിക്ക് അങ്ങനെ പല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് സമൂഹത്തില് ആരോട് ഇപ്പൊ എന്തെങ്കിലും വഴി ചോദിച്ചാലൊക്കെ മോഹൻ സാറിന്റെ വീടിനടുത്ത അല്ലെങ്കിൽ ഓമന ടീച്ചറുടെ വീടിനടുത്ത എല്ലാവരും ടീച്ചർ, എത്ര വയസ്സായാലും ഇപ്പൊ റിട്ടയർ ആയെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് എല്ലാവരും അറിയപ്പെടുന്നത്, അല്ലെ? അപ്പൊ ടീച്ചിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. ബാക്കി എല്ലാ പ്രൊഫഷനും മോശം എന്നല്ല ഞാൻ പറഞ്ഞു, എല്ലാത്തിനും അതിൻ്റെതായ മഹത്വമുണ്ട്. എന്നാലും ഏതൊരു പ്രൊഫഷനിൽ എത്തിപ്പെടണമെങ്കിലും അതൊരാളെ പഠിപ്പിക്കണമല്ലോ, അല്ലെ? നമ്മൾ ഡോക്ടർ ആവണേലും എഞ്ചിനീയർ ആവണേലും ആരാണ്, ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിൽ പോലും ആരെങ്കിലും ഒരാൾ അവരെ ചെറിയ പ്രായത്തിലെ പഠിപ്പിച്ച്, അല്ലെ? ഒരു ടീച്ചറിനെ ആയിരിക്കും അവർ ആദ്യം കാണുന്നത്. ഒരു ടീച്ചർ അടുത്തുനിന്നല്ലേ അവർ പഠിച്ചു പോകുന്നത്. അപ്പൊ ടീച്ചിങ് എന്ന് പറഞ്ഞത് അത്രയേറെ മഹത്വമുള്ളൊരു ജോലിയാണ്. അപ്പൊ നിങ്ങൾക്ക് BEdോ TTC ഒന്നും ഇല്ലാതെ തന്നെ ടീച്ചർ ആകാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഈ മോണ്ടിസോറി കോഴ്സ് എന്ന് പറഞ്ഞത്. ഈ മോണ്ടിസോറി എന്നൊക്കെ കേൾക്കുമ്പോൾ ആരും പേടിക്കേണ്ട ഒന്നും ഒരു കാര്യമില്ല. ഇത് നമ്മുടെ മരിയ മോണ്ടിസോറി എന്ന് പറഞ്ഞ ഒരാളാണ് സ്റ്റാർട്ട് ചെയ്തത്. അല്ലെ, മരിയ മോണ്ടിസോറിയുടെ ആശയങ്ങളാണ്, അവരുടെ പേരാണ് മോണ്ടിസോറി കേട്ടോ. അതുപോലെ ആരും പേടിക്കുന്നു കേട്ടോ. ഇതൊക്കെ ഇവിടെ ഒന്നും പഠിക്കാൻ പറ്റുന്നതല്ല, ഇത് പഠിച്ചിട്ട് ഇവിടെ ഒന്നും കാര്യമില്ല, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇന്ത്യക്കകത്തും വെളിയിലും എല്ലാ അവസരങ്ങളുള്ള നല്ലൊരു കോഴ്സാണ്. ഈ ഒരു ജസ്റ്റ് ഒരു 10 മാസം സമയം മതി നമുക്ക് ടീച്ചർ ആവാനായിട്ട്. ഇത് UK സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടുള്ള ഒരു കോഴ്സാണ്. നമുക്ക് ഇതിന്റെ എല്ലാവിധ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ഉള്ളവര്, അതായത് നമുക്ക് ഈ എന്തെങ്കിലും ഒരു മാറ്റം ജീവിതത്തിൽ സംഭവിക്കണം എന്ന് ആഗ്രഹമുള്ളവര് ജീവിതത്തിന് കുറച്ചൊരു സമയം ഇതിനുവേണ്ടി മാറ്റിവെച്ച, ഒരുപാട് സമയം, ഒരു 5-6 വർഷങ്ങൾ ഒന്നും പഠിക്കണം എന്നല്ല പറയുന്നത്, ജസ്റ്റ് ഒരു 10 മാസത്തെ സമയം, ആ സമയം ഇത് നിങ്ങൾക്ക് വളരെ നിങ്ങളുടേതായ സമയം അതിനു വേണ്ടിയിട്ട് കുറച്ചെങ്കിലും ഒന്ന് മാറ്റി വെച്ച് കഴിയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള നമ്മുടെ ലൈഫിനേക്കാളും കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് എന്തായാലും അനുഭവപ്പെടും എന്ന് ഞാൻ ഉറപ്പ് തരികയാണ്.
കാരണം ഇപ്പൊ നമ്മുടെ ലൈഫ് എന്താ ആവർത്തിച്ച് ഇങ്ങനെ വിരസമായിട്ട് പോകുന്ന സമയങ്ങളെക്കാളും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം എഫക്റ്റീവ് ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഈ ഒരു ടീച്ചിങ് എന്നുള്ള ഒരു ജോലി അതിലേക്ക് നിങ്ങൾ എല്ലാവരും തിരഞ്ഞെടുക്കുക. ഇനി ഇപ്പൊ തീർന്നു ഇനി ഒന്നുമില്ല, കഴിയത്തില്ല, TV ഒക്കെ ഉണ്ടല്ലോ വീട്ടിൽ ഇരിക്കാം എന്നുള്ള ആ ഒരു മൈൻഡ് നിങ്ങൾ മാറ്റി വെച്ച് ഇതിലേക്കൊന്ന് നന്നായിട്ട് ചിന്തിക്കുക. അപ്പൊ നമ്മുടെ കീ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. എല്ലാവരെയും വരുമെന്ന പ്രതീക്ഷയോടെ. ഓക്കെ, ബൈ, താങ്ക് യു.